ഞാൻ ഇന്ന് PSC എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങനൊരു എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. പിന്നെ ഞാൻ ഏകദേശം ഒരു 2019 മുതൽ PSCtalksന്റെ ഒരു ബയോളജി ഫാക്കൽറ്റിയും കൂടെയാണ്, ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബയോളജി ഫാക്കൽറ്റിയും കൂടെയാണ്. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഈ ഒരു ലെവലാണ്. എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ താഴേക്ക് പോകും. അതാണ് എനിക്ക് സംഭവിച്ചത്. നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പലർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകുന്നില്ല. താല്പര്യമില്ലാതാകുന്നത് പലർക്കും PSC എഴുതിയിട്ട് കിട്ടുന്നില്ല എന്നൊരു ആശങ്ക ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജനറൽ കാറ്റഗറിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും പറയുന്നതാണ്, ജനറലാണ്, അത് എഴുതിയാൽ കിട്ടില്ല, എല്ലാം റിസർവേഷൻകാരാണ് കൊണ്ടുപോകുന്നത്. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. ഹലോ കൂട്ടുകാരെ, ഇന്ന് വലിയൊരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. PSCtalksന്റെ എല്ലാമായ ചന്ദ്രബാബു സാറ്, അദ്ദേഹത്തിൻ്റെ മകൻ നിതിൻ ചന്ദ്രബാബു സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാറിന് ഇന്നലെ വന്ന സുവോളജി പരീക്ഷയിൽ, അതായത് HSST സുവോളജി പരീക്ഷയിൽ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അപ്പോൾ കേരളത്തിലെ തന്നെ 1ാം റാങ്ക് നേടിയിരിക്കുകയാണ്. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ സാർ, അപ്പോൾ സാറിൻ്റെ ഒരു യാത്രാ വഴികൾ, അതായത് ഈ ഒരു ഇതുവരെ എത്തിയ ഒരു ജേണി എങ്ങനെയായിരുന്നു സാർ ഇതിലേക്ക് എത്തിയത്? സാർ, ഞാൻ ഒരിക്കലും ഒരു PSC പരീക്ഷ എഴുതുമെന്ന് വിചാരിച്ച ആളെ അല്ല. ഞാൻ ഒരു +2 വരെ അങ്ങനെ വലിയൊരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം സാധാരണ എല്ലാവരും എൻട്രൻസൊക്കെ എഴുതി BTechനും MBBSനും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ. ആ സമയത്ത് അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് അതിനൊട്ടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് ലക്ഷ്യബോധം ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അതിനുശേഷമാണ് ഞാൻ ഒരു BSc എടുക്കാം, എൻ്റെ ഇഷ്ടവിഷയമായ ബയോളജി സുവോളജിയിൽ തന്നെ ഒരു ഡിഗ്രി എടുക്കാം, അതാണ് ഇനി എൻ്റെ വഴി എന്ന് ഞാൻ ചിന്തിക്കുന്ന ആ ഒരു സമയത്താണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് പലർക്കുള്ള ചിന്തയാണ്, നിങ്ങളെ സയൻസോ ഇങ്ങനെയൊക്കെ എടുത്താൽ വല്ല കാര്യം ഉണ്ടാവും എന്നൊക്കെ. അതായത് എഞ്ചിനീയറിംഗ് മെഡിസിൻ എടുത്താലേ കഥയുള്ളൂ, ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലല്ലോ. അത് സാധാരണ ഉണ്ടാകുന്ന ഒരു ആശങ്കയാണ് സാർ. കാരണം നമ്മുടെ മുമ്പിൽ എല്ലാവരും കാണുന്നൊരു കാഴ്ചയാണ്, സയൻസ് എടുക്കുന്നു, കുറേ ഡിഗ്രി എടുക്കുന്നു, പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഒരു മനസ്സിൻ്റെ പുറകെ നമ്മളങ്ങ് പോയി, മനസ്സ് പറഞ്ഞതിൻ്റെ പുറകെ പോയി. അതായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ചെയ്ത ഒരു കാര്യം. അവിടെ നിന്നാണ് പിന്നീട് പഠിക്കാനുള്ളൊരു ആഗ്രഹം തുടങ്ങുകയും അതിനുശേഷം ഞാൻ MSc എന്ന് പറയുന്ന ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി പോയി. പക്ഷെ ആ MScക്ക് വരുന്ന ഒരു സമയത്താണ് എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സാണ് ആക്ച്വലി പറയുന്നത്, ഇതിന് ഇങ്ങനൊരു കപ്പാസിറ്റി ഉണ്ട്, അത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എൻ്റെ ടീച്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ MScക്ക് ശേഷമാണ് ഞാൻ കുറച്ച് റിസർച്ചുമായി ബന്ധപ്പെട്ട് കുറച്ച് ലാബുകളിലൊക്കെ ജോലി നോക്കുന്നത്. സാർ, ഈ PSC ഫീൽഡിലേക്ക് സാർ എനിക്ക് ഒരു 4-5 വർഷമെങ്കിലായി ഇതിലേക്ക്. എങ്ങനെയാണ് ഈ PSC എന്നൊരു പേര്? സാറ് ഒരു സയൻസ് സ്ട്രീമിലായിരുന്നു, അതുപോലെ അന്ന് നിന്ന് റിസർച്ച് ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു. എങ്ങനെയാണ് സാർ PSCയിലേക്ക് വന്നത്? അതിൽ സാറിൻ്റെ ഫാദർ ചന്ദ്രബാബു സാറിൻ്റെ ഒരു സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ടോ? സാർ, തീർച്ചയായിട്ടും. ഞാൻ ഇന്ന് PSC എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇങ്ങനൊരു എക്സാം പാസ്സായിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. സാറിന് മാത്രമല്ല, നമ്മുടെ PSCtalksന് എല്ലാ സ്റ്റുഡൻസിനും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ PSCtalksൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എന്ത് ക്ലാസ് ആണെങ്കിലും ചന്ദ്രബാബു സാറിന് ഒരു മോട്ടിവേഷൻ വളരെ പ്രധാനമാണ്. സാറിനുണ്ടാവില്ലേ? തീർച്ചയായിട്ടും സാർ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, ചന്ദ്രബാബു സാറിൻ്റെ മകനായിട്ടും എന്തുകൊണ്ട് PSC മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയമൊക്കെ ഞാനിങ്ങനെ റിസർച്ച് ചെയ്യണം, അങ്ങനെ പോകണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ അത്തരത്തിൽ ഞാൻ കുറേ നാൾ നോക്കുകയും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സാർ എനിക്ക് മനസ്സിലായത് റിസർച്ച് നമ്മൾ വിചാരിച്ച പോലെ എല്ലാവർക്കും വഴങ്ങുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. അല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്താണ് നമുക്ക് പ്രൈവറ്റ് മേഖലയിൽ അധികം നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് നമുക്ക് തോന്നുകയും, എൻ്റെ ഭാഗ്യത്തിന് ആ സമയത്താണ് ഞാൻ B.Ed ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോഴാണ് നമ്മുടെ ഈ HSSTയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. 2021 അവസാനമാണ് അത് വരുന്നത്. അപ്പോൾ അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായെന്ന് വേണം പറയാം. കാരണം നമ്മളെ കറക്റ്റ് സമയത്ത് ചില അവസരങ്ങൾ നമ്മളെ തേടി വരുമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് സാർ ഞാൻ അത് അപ്ലൈ ചെയ്തത്. അതെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ വീണ്ടും ചന്ദ്രബാബു സാറിന് ഒരു കാര്യം ചോദിക്കുകയാണ്. ചന്ദ്രബാബു സാർ എങ്ങനെയാണ് PSC ഒരു ഓർഗനൈസേഷൻ നൽകിയത്? എന്താണ് സാറിന് കിട്ടിയ ഒരു ചന്ദ്രബാബു സാർ എന്നുള്ള അധ്യാപകനിൽ നിന്ന് എന്താണ് താങ്കൾക്ക് കിട്ടിയ സാറിന് കിട്ടിയ ഒരു മോട്ടിവേഷൻ എന്താണ് കിട്ടിയത്? നമ്മുടെ PSCtalksന്റെ കുട്ടികൾക്ക് അറിയാവുന്നതുപോലെ തന്നെ അത്തരത്തിലുള്ള മോട്ടിവേഷൻ തന്നെയാണ് എനിക്കും ലഭിച്ചത്. പക്ഷേ ഞാൻ ആദ്യകാലങ്ങളിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് ശ്രമിക്കാത്തത്. പക്ഷേ
നിരന്തരമായി അത് എല്ലാ ദിവസവും എന്നോട് വന്ന് ഇന്ന നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്, നീ അത് അപ്ലൈ ചെയ്യണം, നീ അത് മാക്സിമം നീ പെർഫോം ചെയ്യണം, നല്ല ഒരു പോസ്റ്റിൽ കയറണം എന്നുള്ള നിരന്തരമായ ഒരു ഒരു പുഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനായിട്ട് ഇറങ്ങിയതല്ല, എന്നെ തള്ളി അതിലേക്ക് ഇട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ സാർ, ഇപ്പോൾ സാർ ഈ പഠിച്ച എങ്ങനെയായിരുന്നു സാറിൻ്റെ PSC പ്രിപ്പറേഷൻ? സാർ എന്തൊക്കെയാണ് അതിനുവേണ്ടി, എന്ത് മെറ്റീരിയലാണ്, അതുപോലെ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സാറിന് അതിന് സഹായിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റുക? അപ്പം ബേസിക്കലി ഞാനൊരു സെൽഫ് സ്റ്റഡിയാണ് ബേസിക്കായിട്ട് ഞാൻ ചെയ്തത്. ഞാൻ ഓൾറെഡി MSCക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകളൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ HSSTക്ക് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഏകദേശം ഒരു 2019 മുതൽ PSCtalksൻ്റെ ഒരു ബയോളജി ഫാക്കൽറ്റിയും കൂടെയാണ്, ഓൺലൈൻ ആയിട്ടുള്ള ഒരു ബയോളജി ഫാക്കൽറ്റിയും കൂടെയാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഓൺലൈനായിട്ട് എൻ്റെ പയറ്റ് തെളിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാം PSCtalksലാണ്. ഏകദേശം 9 മണിക്കൂറൊക്കെ നിന്ന് കണ്ടിന്യൂസ് എടുത്ത ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പെക്യൂലിയർ പുസ്തകമൊന്നും ഞാനങ്ങനെ വായിച്ചിട്ടില്ല. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകം തന്നെയാണ്. പിന്നെ എനിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയത്, ഞാൻ പേഴ്സണലി ഒരു HSSTയുടെ ഒരു ബാച്ച് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിച്ചു. എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു 6ാമത്തെ റാങ്കും ലഭിച്ചിട്ടുണ്ട്, സൗമ്യ എന്നാണ് പേര്. അപ്പോൾ ഒരു കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് വാസ്തവത്തിൽ എനിക്ക് ഒരു നല്ലൊരു റാങ്ക് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം. സാർ ഈ എക്സാം എഴുതിയപ്പോൾ പ്രതീക്ഷിച്ചിരുന്നോ 1ാം റാങ്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സാർ. കാരണം എക്സാം എഴുതി കുറച്ച് നമ്മൾ കീ ഒക്കെ നോക്കുമല്ലോ. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. അത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഈ ഒരു ലെവലാണ്. എക്സാം എഴുതി കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ താഴേക്ക് പോകും. അതാണ് എനിക്ക് സംഭവിച്ചത്. ഞാനൊരു 6 മുതൽ ഒരു 20 റാങ്ക് വരെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ ആ ഒരു സെക്ഷനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഫസ്റ്റ് കിടക്കുന്നതൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നീട് നോക്കിയപ്പോഴാണ് അങ്ങനെ ഒരു ഫസ്റ്റാണ് വന്നതെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. ഓക്കെ. പിന്നെ ഇനി കുട്ടികൾക്കുള്ള വലിയൊരു ആശങ്കയാണ്, കേരള PSCക്ക് വേണ്ടി പഠിക്കുന്നു, സർക്കാർ ജോലി കിട്ടുമോ, അങ്ങനെയുള്ള കുറേ ആശങ്കകൾ കുട്ടികളുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതിനെക്കുറിച്ച് സാർ എന്താ പറയുക? അതായത് സാറിന് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. സാർ കേരളത്തിൽ നിൽക്കുമ്പോൾ നിലവിൽ പ്രൈവറ്റ് ജോലി ഉണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സാറിന് അറിയാം. അതുപോലെ ഇനി കുറേ ഫോറിൻ എഡ്യൂക്കേഷൻ, അതായത് കാനഡയ്ക്ക് പോകുന്നു, ന്യൂസിലൻഡിന് പോകുന്നു, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, സാംസ്കാരിക ബുദ്ധിമുട്ടുകളൊക്കെ അവിടെയുണ്ട്. പക്ഷേ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും സുവർണാവസരം ഒരു കേരള PSC, കേരള സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടാനുള്ള ഒരു അവസരം ഇപ്പോഴും ഉണ്ട്. സാർ എന്ത് പറയുന്നത് ഈ ഇതിനെക്കുറിച്ച്? സാർ, അത് പലർക്കും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ് ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുന്നത്. പുറത്ത് പോകുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിൽക്കാൻ പലർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാകുന്നില്ല. താല്പര്യം ഇല്ലാതാകുന്നത് പലർക്കും PSC എഴുതിയിട്ട് കിട്ടുന്നില്ല എന്നൊരു ആശങ്ക ഉള്ളതുകൊണ്ടാണ്. വാസ്തവത്തിൽ അത് ഒരു മോശമായ ഒരു ആറ്റിറ്റ്യൂഡാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ PSC എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും PSC നോട്ടിഫിക്കേഷൻസ് ഇറക്കുന്നുണ്ട്, എല്ലാ വർഷവും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് കയറുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ക് പലരും വിചാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു കണക്കിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്നാണ് വാസ്തവം. അപ്പോൾ എഴുതിയാൽ ഇത് കിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജനറൽ കാറ്റഗറിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും പറയുന്നതാണ്, ജനറലാണ്, അത് എഴുതിയാൽ കിട്ടില്ല, എല്ലാ റിസർവേഷൻകാരാണ് കൊണ്ടുപോകുന്നത്. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. ഏതൊരു റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും, അതിൻ്റെ അകത്ത് ജനറൽ കാറ്റഗറിക്കാരുണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. എല്ലാവർക്കും ഒരു അവസരം തന്നെയാണ് നമ്മുടെ PSC പരീക്ഷ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും സാറ് ഏറ്റവും വലിയൊരു നല്ലൊരു പോസ്റ്റിലേക്ക് എത്തുകയാണ്. ശരിക്കും പറയാം, PSCtalksനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ് സാറ് പോകുന്നത്. ഒരു നല്ല അധ്യാപകൻ ഞങ്ങളിന്ന് പടിയിറങ്ങി പോവുകയാണ്. പക്ഷേ കേരളത്തിലെ നല്ല സ്കൂളുകളിൽ മികച്ച ഒരു അധ്യാപകനെ സാറിന് തീർച്ചയായിട്ടും മാറാൻ പറ്റും. ഏതായാലും വരും ദിവസങ്ങളിൽ ഇനി PSCക്ക് മുന്നോട്ട് പഠിക്കുന്നവരെ കുറിച്ച് ഒരു ചെറിയൊരു ആപ്തവാക്യം, അല്ലെങ്കിൽ അവരൊരു മോട്ടിവേഷൻ, സാറിൻ്റെ ഫാദർ പറയുന്ന, ചന്ദ്രബാബു സാർ പറയുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു വാക്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഉന്നത റാങ്ക് വരാൻ സാധിക്കും. അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു തവണ വിജയിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ നിർത്തരുത്, വിജയം ആവർത്തിക്കുക. എപ്പോഴും വിജയം ആവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ കഴിവിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് അത് സമൂഹം അംഗീകരിക്കുക. അത് അല്ലാത്ത പക്ഷം അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. സോ നിങ്ങൾ മാക്സിമം പഠിക്കുക, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുക്കുക, വിജയം നിങ്ങൾ ആവർത്തിക്കുക. താങ്ക് യു.